ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സാഹിത്യ നഗരത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന സാമൂതിരിയുടെ മണ്ണിൽ കൗമാര കലാമാമാങ്കത്തിന് തിരിതെളിഞ്ഞു. കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ 99 ലക്ഷം രൂപ ചെലവിട്ട് 8 റോഡുകളുടെ വികസന പ്രവർത്തികൾ നടത്തിയതായി മന്ത്രി എ കെ ശശീന്ദ്രൻ. വഖഫിനെതിരെ നടക്കുന്ന പ്രചരണങ്ങൾ വർഗീയ സാമൂഹിക ധ്രുവീകരണത്തിനും ചേരിതിരിവിനും ഇടയാക്കുമെന്ന് നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ എ പി അബ്ദുൽ വഹാബ്. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി രാഷ്ട്രീയ അടിമത്തമാണെന്ന് SDPI ദേശീയ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷെഫി. ഓൺലൈൻ സ്ഥാപനങ്ങളിൽ ഫോട്ടോ എടുക്കുന്നതിലൂടെ സ്റ്റുഡിയോകൾക്ക് ജോലി കുറയുന്ന പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. സാഹിത്യ നഗരത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന സാമൂതിരിയുടെ മണ്ണിൽ കൗമാര കലാമാമാങ്കത്തിന് തിരിതെളിഞ്ഞു. പ്രശസ്ത സാഹിത്യകാരൻ ബെന്യാമിൻ ജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ സ്കൂൾ കലോത്സവത്തിന് അരങ്ങുണർന്നു. മലബാർ ക്രിസ്ത്യൻ കോളേജിലെ പ്രധാന വേദിയിൽ സാഹിത്യകാരൻ ബെന്യാമിൻ കൗമാര കലോത്സവം ഉദ്ഘാടനം ചെയ്തു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ മനോജ് മണിയൂർ, മേയർ ബീന ഫിലിപ്പ്, അഹമ്മദ് ദേവർകോവിൽ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ഗവാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C രേഖ, കൗൺസിലർ റംലത്ത് K, RDD സന്തോഷ് കുമാർ, VHSE AD അപർണ PR, ഡയറ്റ് പ്രിൻസിപ്പൽ അബ്ദുൽ നാസർ K, DPO ഡോക്ടർ അബ്ദുൽ ഹക്കീം തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ 20 വേദികളിലായാണ് മത്സരങ്ങൾ. 319ഓളം ഇനങ്ങളിലായി 12,000ഓളം സർഗപ്രതിഭകൾ മാറ്റുവയ്ക്കും. നവംബർ 19 ആരംഭിച്ച കലാമാമാങ്കം നവംബർ 23 സമാപിക്കും. കൈത്തണ്ട് പോകും കാലം, കച്ചാൻ കാറ്റടിക്കും കാലം, കട്ടമരം കമഴ്ന്നു ചത്തവർ കടൽ കാക്കകളായി പറക്കും കാലം. അക്കാക്ക കടൽ താണ്ടി കര താണ്ടി കുളിർ താണ്ടി മലമുകളിൽ തലനിറയെ പേനുള്ളൊരു പെണ്ണിനെ കാണും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 2024-25 സാമ്പത്തിക വർഷം കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ 99 ലക്ഷം രൂപ ചെലവിട്ട് 8 റോഡുകളുടെ വികസന പ്രവർത്തികൾ നടത്തിയതായി മന്ത്രി എ കെ ശശീന്ദ്രൻ. 11ാം വാർഡിൽ നവീകരിച്ച ചെറുവറ്റ വെളുത്തേടത്ത് താഴം റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചെറുവറ്റ വെളുത്തേടത്ത് താഴം റോഡിന്റെ നവീകരണ പ്രവർത്തികൾ പൂർത്തീകരിച്ചത്. റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു. വികസന കാര്യങ്ങളിൽ സർക്കാർ കക്ഷി രാഷ്ട്രീയം നോക്കാറില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ 93 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഒരു വർഷം ഒരു ഗ്രാമപഞ്ചായത്തിൽ ശരാശരി 1 കോടി രൂപയുടെ വികസന പ്രവർത്തികൾ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളത് ഓരോ ദുരന്ത മേഖലയിലും ഗവൺമെന്റ് തീരുമാനിച്ചതനുസരിച്ച് അത് തുടങ്ങി അവസാനിക്കുന്നവരെ അവിടെ നിൽക്കേണ്ടുന്ന ഒരാളാണ്. അത് അർജുൻ മരണപ്പെട്ട ഷിരൂരിലായാലും നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ട ചൂരൽമലയിലെ ദുരന്തമായാലും പിന്നീട് ഉപതെരഞ്ഞെടുപ്പുകളായാലും എല്ലാം വന്നപ്പോൾ ഇവിടെയുള്ള പഞ്ചായത്ത് ഭരണസമിതിക്ക് ഞാൻ തന്നെ ഭരണം എന്ന് അവർക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ് അങ്ങനെ നീണ്ടുപോയത്. ആ സ്നേഹത്തിന് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പരിപാടിയിൽ കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സരിത അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ശശിധരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സിന്ധു പ്രദോഷ്, UP സോമനാഥൻ, MK ലിനി,
കുന്നമംഗലം ബ്ലോക്ക് അംഗം എം ജയപ്രകാശൻ, വാർഡംഗം എ സുർജിത്ത്, വാർഡ് വികസന സമിതി കൺവീനർ ഇ സജി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വഖഫിനെതിരെ നടക്കുന്ന പ്രചരണങ്ങൾ വർഗീയ സാമൂഹിക ധ്രുവീകരണത്തിനും ചേരിതിരിവിനും ഇടയാക്കുമെന്ന് നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ എ.പി. അബ്ദുൽ വഹാബ് വഖഫ് സമ്മിറ്റ് ക്യാമ്പയിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുനമ്പം വിഷയത്തെ മറപിടിച്ച് വഖഫിനെതിരെ വളരെ ആസൂത്രിതമായ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമൂഹത്തിൽ സാമുദായികമായ ധ്രുവീകരണങ്ങളും ചേരി തിരിവുകളും ഉണ്ടാക്കാൻ മനഃപൂർവ്വം ഉദ്ദേശിച്ചുകൊണ്ടുള്ള മാരകവും വിഷലിപ്തവുമായ പ്രചാരണങ്ങളാണ് വഖഫിന്റെ പേരിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മുനമ്പത്തെ മറയാക്കി മൊത്തം വഖഫുകൾക്കെതിരായി ആസൂത്രിതവും വ്യാപകവുമായ കുപ്രചരണങ്ങൾ നടക്കുന്നുണ്ടെന്നും അവയെ നേരിടാനും വഖഫിന്റെ നിജസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്താനുമാണ് നാഷണൽ ലീഗ് വഖഫ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതെന്ന് നാഷണൽ ലീഗ് നേതാക്കൾ അറിയിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി വഖഫ് മീറ്റുകൾ, സെമിനാറുകൾ, ടേബിൾ ടോക്ക്, സൗഹാർദ്ദ കൂട്ടായ്മകൾ, ലഘുലേഖ വിതരണം, പദയാത്രകൾ എന്നിവ സംഘടിപ്പിക്കും. നവംബർ 22-ന് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ വഖഫ് സമ്മിറ്റ് ക്യാമ്പയിന് തുടക്കമാകും. വഖഫ് സമ്മിറ്റ് സമസ്ത സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനുമായ മുക്കം ഉമർ ഫൈസി ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ പ്രൊഫസർ എ.പി. അബ്ദുൽ വഹാബ്, ബഷീർ വടേരി, CP നാസർ, കോയത്തങ്ങൾ, OP റഷീദ്, സ്വാലിഹ് ശിഹാബ് തങ്ങൾ, NK അബ്ദുൽ അസീസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി രാഷ്ട്രീയ അടിമത്തമാണെന്ന് SDPI ദേശീയ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷെഫി. SDPI 6ാം സംസ്ഥാന പ്രതിനിധി സഭ കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ബീച്ചിൽ ആസ്പിൻ കോർട്ട്യാർഡിൽ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷറഫ് മൗലവി പതാക ഉയർത്തിയതോടെ പ്രതിനിധി സഭയ്ക്ക് തുടക്കമായി. SDPI ദേശീയ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷെഫി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ നേരിടുന്ന ഗുരുതര പ്രശ്നങ്ങളെ സംബോധന ചെയ്യാൻ ഭരണ പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിയുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. രാജ്യത്തെ കേവല ന്യൂനപക്ഷമായ കോർപ്പറേറ്റുകളുടെ താൽപര്യം സംരക്ഷിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ദാരിദ്ര്യം, പോഷകാഹാരക്കുറവ്, സർവകലാശാലകളിൽ പരീക്ഷകൾ വൈകുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഭരണകൂടത്തിന് താൽപര്യമില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. രാഷ്ട്രശില്പികളും സ്വാതന്ത്ര്യസമര പോരാളികളും സ്വപ്നം കണ്ട സാമൂഹിക ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ക്ഷേമരാഷ്ട്രം സാക്ഷാത്കരിക്കാൻ SDPI പ്രതിജ്ഞാബദ്ധമാണെന്നും മുഹമ്മദ് ഷെഫി കൂട്ടിച്ചേർത്തു. उसका घर जला दिया, वहां के जो मिनिस्टर्स हैं उनका घर जला दिया. अब नौबत ये आई है कि वो जो लोग विक्टिम्स थे वो खुद इंसाफ के लिए हथियार उठा चुके हैं. സഭയിൽ മൂവാറ്റുപുഴ അഷറഫ് മൗലവി അധ്യക്ഷത വഹിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ മജീദ് ഫൈസി, മുഹമ്മദ് ഇല്യാസ് തുമ്പെ, ദേശീയ സെക്രട്ടറി ഫൈസൽ ഇസുദ്ദീൻ, സെക്രട്ടേറിയറ്റ് അംഗം CPA ലത്തീഫ്, പ്രവർത്തക സമിതി അംഗങ്ങളായ ദഹലാൻ ബാക്കഫി, സഹീർ അബ്ബാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഓൺലൈൻ സ്ഥാപനങ്ങളിൽ ഫോട്ടോകൾ എടുക്കുന്നതിലൂടെ സ്റ്റുഡിയോകൾക്ക് ജോലി കുറയുന്ന പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ AKPA ജില്ലാ സമ്മേളനം വടകരയിൽ സംഘടിപ്പിച്ചു.
ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം വടകരയിൽ നടന്നു. അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സ്ഥാപനങ്ങളിലും ഫോട്ടോ എടുക്കുന്നത് കാരണം സ്റ്റുഡിയോകൾക്ക് ജോലി കുറയുന്ന പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. KP കുഞ്ഞമ്മദ്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാൻ കഴിയുന്ന ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള വലിയ മികവാർന്ന രൂപത്തിലുള്ള സാങ്കേതിക വിദ്യകൾ വളർന്നു വന്നു. ഇതിനെ അതിജീവിക്കാൻ എന്താ മാർഗം? നിങ്ങൾ സ്കിൽഡ് ആകുക. നിങ്ങൾ സ്കിൽഡ് ലേബേഴ്സ് തന്നെയാണ്. പക്ഷെ അതിവിദഗ്ധരായി മാറാൻ വേണ്ടിയുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തേണ്ടത്. നമ്മൾ മാറത്തടിച്ച് വിലപിച്ചത് കൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. അതിവിദഗ്ധരായി മാറുക. അതിവിദഗ്ധരായി മാറുക എങ്ങനെയാണ്? സ്വയം പ്രയത്നം തന്നെയാണ്. പുതിയ കാലഘട്ടത്തിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഈ രംഗത്തെ ഗവേഷണ ഫലങ്ങളും വരുമ്പോൾ അത് പഠിക്കാനും സ്വായത്തമാക്കാനും സ്വയം നമ്മൾ സന്നദ്ധമായി വരിക. അതിനുള്ള ചില അവസരങ്ങൾ നിങ്ങളെ സംഘടനയും പ്രദാനം ചെയ്യാം. നിങ്ങൾ അതിവൈദഗ്ധ്യമുള്ളവരായി മാറിയാൽ ആശങ്കപ്പെടേണ്ട ഒരു പ്രശ്നവുമില്ല. നിങ്ങളെ തേടി വരും. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. ജില്ലാ പ്രസിഡന്റ് ജയൻ രാഗം അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി ജിതിൻ വളയനാട്, ജിനീഷ് പാമ്പൂർ, വിനോദ് ദർശൻ, ബോബൻ സൂര്യ, K മധു, VP പ്രസാദ്, ഷൈനി സജീഷ്, ബിനു ഫേമസ് എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. സജീഷ് മണി, K പുഷ്കരൻ, മണി ചാത്തോത്ത്, ഉഷ സുരേന്ദ്രൻ, ഷാമി മാഹി എന്നിവരും സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റായി ജിതിൻ വളയനാടിനെയും ജില്ലാ സെക്രട്ടറിയായി അനൂപ് മണാശ്ശേരിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, വടകര. ഷാർജയിലെ ഹംറിയ ഫ്രീ സോൺ വ്യവസായ വാണിജ്യ മാർക്കറ്റിംഗ് സ്ഥാപനങ്ങൾക്കും നിക്ഷേപകർക്കും ഏറെ ഗുണകരമാണെന്ന് ഹംറിയ ഫ്രീ സോൺ അതോറിറ്റി പ്രതിനിധികൾ. ഫ്രീ സോണിന്റെ സവിശേഷതകളെക്കുറിച്ച് കമേഴ്ഷ്യൽ ഡയറക്ടർ അലി സയ്യിദ് അൽ ജവാർ സംസാരിച്ചു. കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ, ശ്രീനാരായണ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആൻഡ് റിസർച്ച്, പ്രസാദ് അസോസിയേറ്റ്സ് എന്നിവർ സംയുക്തമായി ഹംറിയ ഫ്രീ സോൺ സെമിനാർ കോഴിക്കോട്ട് സംഘടിപ്പിച്ചു. ഹംറിയ ഫ്രീ സോൺ അതോറിറ്റി കൊമേഴ്ഷ്യൽ ഡയറക്ടർ അലി സയ്യിദ് അൽ ജർവൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇതിനകം 163 രാജ്യങ്ങളിൽ നിന്നായി 6500-ലധികം കമ്പനികൾ ഫ്രീ സോണിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ധാരാളം സ്ഥല സൗകര്യം ഇനിയുമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ആളുകളെ ഏറെ പ്രതീക്ഷയോടെയാണ് അതോറിറ്റി നോക്കിക്കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദുബായിലെ ഫ്രീ സോണുമായി താരതമ്യം ചെയ്യുമ്പോൾ 30%-ലേറെ ചെലവ് കുറവാണ് ഹംറിയ ഫ്രീ സോൺ എന്നും നിക്ഷേപിക്കുന്നവരുടെ പേരിൽ തന്നെ കമ്പനി രജിസ്റ്റർ ചെയ്ത് ലഭിക്കുമെന്നും ഹംറിയ ഫ്രീ സോൺ അതോറിറ്റി പ്രൊമോഷൻ മാനേജർ മുഹമ്മദ് ബഷീർ പറഞ്ഞു. കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് K ആനന്ദമണി അധ്യക്ഷത വഹിച്ചു. ഹംറിയ ഫ്രീ സോൺ അതോറിറ്റി സെയിൽസ് മാനേജർ ഒമർ റാഷിദ് അലീം, പ്രസാദ് അസോസിയേറ്റ്സ് ഉടമ ബ്യൂട്ടി പ്രസാദ്, SNES ഇംസാർ ഡയറക്ടർ ഡോക്ടർ സജി കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു. മാതൃഭൂമി ചെയർമാൻ ആൻഡ് മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ, CMA സെക്രട്ടറി രവി ചന്ദ്രശേഖർ, SNES സെക്രട്ടറി P നന്ദകുമാർ എന്നിവർ ഉപഹാരം സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി സർക്കിൾ സഹകരണ യൂണിയൻ ഫറൂഖ് യൂണിറ്റ് സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ശൈലജ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് സർക്കിൾ സഹകരണ യൂണിയൻ ഫറൂഖ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സഹകരണ സംഘങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ശൈലജ നിർവഹിച്ചു. സഹകരണ മേഖല ആഗ്രഹിക്കുന്ന രൂപത്തിൽ ജനങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർ ശ്രമിക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് ഏറ്റവും മികച്ച രീതിയിൽ സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കണമെങ്കിൽ ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങൾ ഓരോ സ്ഥാപനങ്ങളിലും ഉണ്ടാവണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ TK ശൈലജ പറഞ്ഞു. ഒരു സർക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗമോ ചെയ്യാൻ കഴിയാത്തത്, ശ്രമിച്ചാൽ ചെയ്യാൻ കഴിയാത്തത് നമ്മുടെ കയ്യിലുണ്ടാകുന്ന ചെറിയ ചെറിയ സമ്പാദ്യം കൊണ്ട്, അത് അധ്വാനമാകട്ടെ പണമാകട്ടെ, അതിലൂടെ നമ്മൾ സ്വരൂപിച്ച് അത് ആവശ്യക്കാരിലേക്ക് എത്തിച്ച് നമ്മുടെ നാടിന്റെ പ്രത്യേകിച്ച് ഗ്രാമീണ ജനതയുടെ
ഏറ്റവും നല്ല കാലത്തിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് സഹകരണ പ്രസ്ഥാനത്തിലൂടെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്, അതിന്റെ ലക്ഷ്യമിടുന്നത്. ഫറോക്ക് ചുങ്കത്തെ ഫാം റോക്ക് ഗാർഡനിൽ നടന്ന പരിപാടിയിൽ ഫറോക്ക് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TK സേതുമാധവൻ അധ്യക്ഷനായിരുന്നു. കോഴിക്കോട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ TP ശ്രീധരൻ വിഷയം അവതരിപ്പിച്ചു. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ NM ഷീജ മുഖ്യാതിഥിയായിരുന്നു. താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ഡയറക്ടർ MK ഗീത, കരുവൻതിരുത്തി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് M രാജീവൻ, രാമനാട്ടുകര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P രമ, കടലുണ്ടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KT കബീർ, ബേപ്പൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് M ആനന്ദ്കുമാർ, ഫറോക്ക് ടൗൺ വനിതാ സഹകരണ സൊസൈറ്റി പ്രസിഡന്റ് P പുഷ്പലത, പന്തീരങ്കാവ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മധുസൂദനൻ, ഒളവണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് V വിജയൻ, സംഘാടക സമിതി കൺവീനർ K ജയപ്രകാശ്, സഹകരണ ഇൻസ്പെക്ടർ K ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിലിനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നാഷണൽ NGO കോൺഫെഡറേഷൻ നടപ്പിലാക്കുന്ന വുമൺ ഓൺ വീൽസ് പദ്ധതിയുടെ ഗുണഭോക്താക്കളായ വനിതകൾക്കായി സേഫ്റ്റി ഡ്രൈവിംഗ് പരിശീലനം നൽകി. കോഴിക്കോട് എൻഫോഴ്സ്മെന്റ് RTO CS സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ NGO കോൺഫെഡറേഷൻ നടപ്പിലാക്കുന്ന വുമൺ ഓൺ വീൽസ് പദ്ധതി ഗുണഭോക്താക്കളായ വനിതകൾക്കായി സേഫ്റ്റി ഡ്രൈവിംഗ് പരിശീലനം നൽകി. നവംബർ 18, 2024 കോഴിക്കോട് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ സുരക്ഷിത ഡ്രൈവിംഗ് വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ നടന്ന പരിപാടി കോഴിക്കോട് എൻഫോഴ്സ്മെന്റ് RTO ശ്രീ സന്തോഷ് കുമാർ CS ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ ഈ കേരളത്തിൽ കൂടുതലായി പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന വനിതകൾ, ഞാൻ ഉദ്ദേശിച്ച നമ്മുടെ ഗവൺമെന്റ് സെക്ടറല്ല, പ്രൈവറ്റ് മേഖലകളിൽ ഒത്തിരി വനിതാ സഹോദരിമാർ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ജോലി കഴിഞ്ഞ് മടങ്ങി പോകുന്നതിന് ഇന്നത്തെ ട്രാൻസ്പോർട്ടിംഗ് സൗകര്യം നമ്മുടെ കേരളത്തിൽ അപര്യാപ്തമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഈ വാഹനങ്ങൾ ഇങ്ങനെ 50% സബ്സിഡി നൽകുന്ന ഏറ്റവും നിങ്ങൾക്ക് പ്രയോജനമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത് കേരളത്തിൽ തന്നെ ലൈസൻസിന്റെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ വനിതകൾ മുൻപന്തിയിലാണ് നിൽക്കുന്നത്. ആണുങ്ങളെക്കാൾ കൂടുതലും ലൈസൻസ് എടുക്കുന്നതെന്ന് പെൺകുട്ടികളാണ്. നാഷണൽ NGO കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ശ്രീ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. നാഷണൽ NGO കോൺഫെഡറേഷൻ കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ജാനകി പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഹോണ്ട CSR പദ്ധതിയുമായി സഹകരിച്ചു നടത്തിയ പരിശീലന പരിപാടി ശ്രീ ജിതിൻ, അനൂപ് എന്നിവർ പരിശീലന ക്ലാസുകൾ നയിച്ചു. പദ്ധതിക്ക് കീഴിൽ വാഹനം ലഭിച്ച 60ഓളം ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗംഗൻ മാഷ് അതിരുകളില്ലാത്ത തുരുത്ത് പുസ്തകം പ്രകാശനം ചെയ്തു. സാഹിത്യകാരി ഡോക്ടർ ഖദീജ മുംതസിൽ നിന്നും മുൻ MLA BKC മുഹമ്മദ് കോയ പുസ്തകം ഏറ്റുവാങ്ങി. അനുസ്മരണ സമിതി പ്രസിദ്ധീകരിച്ച പുസ്തകം കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി V അനുഷ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ MLA BKC മുഹമ്മദ് കോയ ഏറ്റുവാങ്ങി. അദ്ദേഹം പിരിയുമ്പോൾ 100 പേർക്ക് ഞങ്ങൾ സൗജന്യമായി ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്നത്. ആ സൗജന്യമായി ചെയ്യാന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല സ്റ്റാൻഡേർഡ്, അതായത് ഒരു സ്റ്റാർ ആശുപത്രികളിൽ ചെയ്യുന്നതുപോലെ ഏറ്റവും നന്നായി ആണ് നമ്മൾ രോഗികളെ പരിചരിക്കുന്നത്. പുസ്തകം പ്രശസ്ത സാഹിത്യകാരി ഡോക്ടർ ഖദീജ മുംതാസ് പ്രകാശനം ചെയ്തു. അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹം എങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ, ഈ നാടിന്റെ ഓരോ മനുഷ്യരുടെ മനസ്സിലും
നിറഞ്ഞു നിൽക്കുന്നവനാകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ആ കവിതയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ചീഫ് എഡിറ്റർ പത്മലോചനൻ പുസ്തകം പരിചയപ്പെടുത്തി. അനുസ്മരണ സമിതി ചെയർമാൻ ശ്രീ KT കബീർ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് T രാധാഗോപി, PV ഷംസുദ്ദീൻ, NK ബിച്ചിക്കോയ, വേണുഗോപാൽ കുന്നത്ത്, സിദ്ധാർത്ഥൻ അരിമ്പടാവിൽ, T രാജൻ, KC ഇസ്മയിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അനുസ്മരണ സമിതി കൺവീനർ ലേഖകൻ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ബേപ്പൂർ മണ്ഡലം സമ്മേളനം ജില്ലാ ട്രഷറർ T ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ അംഗങ്ങളും നേതാക്കളും പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ബേപ്പൂർ മണ്ഡലം വാർഷിക സമ്മേളനം ജില്ലാ ട്രഷറർ T ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളിപ്പം 1984 ഈ സംഘടനയ്ക്ക് അംഗീകാരം കിട്ടി. 80 നമ്മൾ ഈ വൈദ്യനാഥ തൃശ്ശൂർ സംഘടനയ്ക്ക് രൂപം നൽകി. 84 നമുക്ക് അംഗീകാരം കിട്ടി. പക്ഷെ അന്ന് ഇടതുപക്ഷ സംഘടന, കേരളത്തിലെ ആദ്യത്തെ പെൻഷൻ സംഘടന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നമ്മുടെ സംഘടന ഈ വൈദ്യനാഥ തൃശ്ശൂർ. പക്ഷേ ഇടതുപക്ഷ സംഘടന ഇടതുപക്ഷത്തിലെ ആനുകൂല്യങ്ങൾക്ക് ഇതിൽ പിന്നെ അവർ സ്വന്തമായിട്ട് സംഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിലവർക്ക് കഴിഞ്ഞില്ല. മണ്ഡലം പ്രസിഡന്റ് P ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് PT സേതുമാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് തിരുവച്ചിറ, ജില്ലാ വൈസ് പ്രസിഡന്റ് K സുബ്രഹ്മണ്യൻ, നിയോജക മണ്ഡലം സെക്രട്ടറി കോശി അലക്സ്, രാജലക്ഷ്മി ടീച്ചർ, A സുരേഷ്, V തങ്കം, KK സുരേഷ്, B മുഹമ്മദ്, C ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള വിദ്യാഭ്യാസ ജാഥ നവംബർ 14 കാസർഗോഡ് നിന്നും ആരംഭിച്ചു. സംസ്ഥാന പ്രസിഡന്റ് TK മീരാഭായ് ക്യാപ്റ്റനായുള്ള ജാഥ നവംബർ 20, 21 തീയതികളിൽ കോഴിക്കോട് ജില്ലയിലെ 20 കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഭാരവാഹികൾ പറഞ്ഞു. 2 വാഹനങ്ങളിലായി ക്രമീകരിച്ച ജാഥ നവംബർ 20 ബുധനാഴ്ച രാവിലെ പരപ്പൻപോയിൽ നിന്നും പൂനൂരിൽ നിന്നും പര്യടനം ആരംഭിക്കും. ജാഥകൾ വിവിധ കേന്ദ്രങ്ങളിലെ പര്യടനങ്ങൾ പൂർത്തിയാക്കി നവംബർ 21 വ്യാഴാഴ്ച വൈകിട്ട് കൊയിലാണ്ടിയിലും രാമനാട്ടുകരയിലും സമാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വിദ്യാഭ്യാസ വിഷയ സമിതി കൺവീനർ ഡോക്ടർ രമേശ് K, ET സുജാത, ജില്ലാ സെക്രട്ടറി VK ചന്ദ്രൻ, TP കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പുനർജനി കൾച്ചറൽ സൊസൈറ്റി കാലിക്കറ്റ് ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ LICയും GICയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന സെമിനാർ നവംബർ 21 മാനാഞ്ചിറ സരോജ് ഭവനിൽ നടക്കും. LIC മാനേജർ അബ്ദുൽ നഹാസ് ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ ആദ്യമായാണ് LICയും GICയും ട്രാൻസ് സമൂഹത്തിന് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും ഒരുക്കുന്നതെന്ന് പുനർജനി ഫൗണ്ടർ സിസിലി ജോർജ് പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ദീപ റാണി, ഷെറിൻ ആഷ്മി എന്നിവരും സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാഹിത്യ നഗരത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന സാമൂതിരിയുടെ മണ്ണിൽ കൗമാര കലാമാമാങ്കത്തിന് തിരിതെളിഞ്ഞു. കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ 99 ലക്ഷം രൂപ ചെലവിട്ട് 8 റോഡുകളുടെ വികസന പ്രവർത്തികൾ നടത്തിയതായി മന്ത്രി AK ശശീന്ദ്രൻ. വഖഫിനെതിരെ നടക്കുന്ന പ്രചരണങ്ങൾ വർഗീയ സാമൂഹിക ധ്രുവീകരണത്തിനും ചേരിതിരിവിനും ഇടയാക്കുമെന്ന് നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ AP അബ്ദുൽ വഹാബ്. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി രാഷ്ട്രീയ അടിമത്തമാണെന്ന് SDPS ദേശീയ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷെഫി. ഓൺലൈൻ സ്ഥാപനങ്ങളിൽ ഫോട്ടോ എടുക്കുന്നതിലൂടെ സ്റ്റുഡിയോകൾക്ക് ജോലി കുറയുന്ന പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.